ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ പള്ളിയുടെ വക ഇവിടെ ഒരു ചെറിയ പിക്നിക് ഉണ്ട്. അപ്പോൾ രാവിലെ 9:30 to 4 PM ആണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പം ഒരു 11 മണിയായി. നമ്മളൊന്ന് ചുമ്മാ പോയി എല്ലാവരുമായിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചു. ഇതാണ് ജെറി മിലോറയും ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. ഞാൻ അവളെ പോയി പിക്ക് ചെയ്യാം. നമുക്ക് വെൽക്കം ടു GP's ഡയറീസ്. ഈ ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പാർക്കിലോട്ട് പോകാൻ. ഈ പിക്നിക്ക് നമ്മുടെ ഇവിടെ അടുത്തൊരു പാർക്കിലാണ് അവർ വെച്ചേക്കുന്നത്. അങ്ങനെ എവലിനെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ ആ പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 minutes ഡ്രൈവേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നെന്ന് തോന്നുന്നു ഏറ്റവും അവസാനം ചെന്നത്. ലാസ്റ്റ് ഇയറും ഇങ്ങനെ ചേർച്ചിൽ നിന്നൊരു പിക്നിക് ഡേ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ഇങ്ങനത്തെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. സൈഡിൽ കൂടെ ഗെയിംസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ലഞ്ചിന് പൊറോട്ടയും ചിക്കനും ഒക്കെയാണ്. അപ്പോൾ ടോബിച്ചേട്ടനെ ഇവിടെ പൊറോട്ട ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. സംഭവം ഇതെല്ലാം ചേട്ടൻ തന്നെയാണ് കേട്ടോ റോൾ ചെയ്തതും എല്ലാം ചെയ്തിട്ട് ഇവിടെ വന്ന് ലൈവായിട്ട് അത് പരത്തി നമുക്ക് തരുക. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരും ഉണ്ട്. ബട്ട് സ്റ്റിൽ അതെനിക്കൊരു അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയാകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഗെയിംസൊക്കെ ഒന്ന് കളിക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് പറഞ്ഞു ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പതുക്കെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ ബീഫ് കറിയും പൊറോട്ടയും ചിക്കനും പാസ്തയും ഒക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കളിക്കും. പിന്നെ ഇലോറേനെ നോക്കിക്കോളും. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനും ഒക്കെ. അങ്ങനെ അവരവരുടെ സ്ഥലത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എവലിനും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ. കളിക്കാനല്ല, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടി വെക്കുമ്പോഴാട്ടോ എല്ലാവരെയും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നത്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു കൺട്രിയിൽ വന്ന് നമുക്കിതുപോലെയൊക്കെ ഒന്നൊരു ഡേ സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് അടിപൊളിയാണ്. പിന്നെ അടുത്ത ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇത് മ്യൂസിക്കൽ ചെയറാണ്. ആദ്യമേ ബോയ്സിൻ്റെ ആണ്. ഓരോരുത്തരുടെയും കയ്യിൽ പോയി പിടിക്കാനാണ് പറയുന്നത്. നമുക്കിവിടെ ചെയർ അത്രയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മ്യൂസിക്കൽ ചെയർ എടുത്താലോ. പിന്നെ കുറച്ച് പേര് US നിന്നും വന്നിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ അവിടുത്തെ ഇടവകയിലാണുള്ളത്. പിന്നെ നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം വിൻസറിൽ വന്ന് അച്ഛൻ സർവീസ് ചെയ്യാറുണ്ട്. ജെറി ഗെയിമിൽ നിന്ന് ഔട്ടായി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളിനി ഗേൾസിൻ്റെ മ്യൂസിക്കൽ ചെയറാണ്. ഞാനവിടെ ആദ്യമേ തന്നെ ഔട്ടായി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അപ്പുറത്ത് മാറി നിൽക്കുക കേട്ടോ. ഇലോറേനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കൊച്ചു പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. രസമുണ്ടായിരുന്നു ഈ ഗെയിം. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ കയ്യെ പിടിക്കാനായിട്ടുള്ളത്. ജെറി എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഇതല്ല, ഇത് ജിബിയുടെ കൈ ഇങ്ങനെയല്ല എന്ന് ചേച്ചി മാറ്റി മാറ്റി കൈ വെക്കുന്നുണ്ട്. എന്നിട്ട് ജെറി പറയാം അല്ലല്ല എൻ്റെ ഭാര്യയുടെ കൈ ഇങ്ങനെയല്ല എന്നാണ്. കള്ളൻ. ഞാനൊന്നും പറയുന്നില്ല. തിരിച്ചോ വീട്ടിൽ വന്നിട്ടുള്ള വഴക്കിൻ്റെത് ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ ജെറി. അങ്ങനെ എല്ലാ ഹസ്ബൻഡ്സും അവരവരുടെ വൈഫിൻ്റെ കൈയാണ് നോക്കുന്നത്. ചിലരൊക്കെ പിന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് നമ്മുടെ ഗെയിം. റോബിൻ ചേട്ടൻ നോക്കുകയാണ്, ഇതെൻ്റെ ഭാര്യയുടെ കൈയല്ല, ഇതിങ്ങനെയല്ല എന്ന് അപ്പം തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇതാണ് ഹാവില. കറക്റ്റ് ഭാര്യയുടെ കൈ തന്നെ എടുത്തു. ഇത് തന്നെയാണോ എന്ന്. പക്ഷേ റോബിൻ ചേട്ടൻ സക്സസ് ആയി ഈ ഗെയിമിൽ കേട്ടോ. കറക്റ്റായി കണ്ടുപിടിച്ച് അതെ ഇതെൻ്റെ തന്നെയാണെന്ന്. ഫൈനലി ജെറി ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ കൈ കണ്ടിട്ടും മനസ്സിലായില്ല. ഹാവിലയുടെ കൈ തൊട്ടിട്ടാണ് പറയുന്നത് അതെ അതെ ഇതെൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ ചേട്ടൻ പറയാം കണ്ടു നോക്ക് നീ ഭാര്യയാണെന്ന് പിടിച്ചത് ആരാണെന്ന്. പക്ഷേ ഇതെല്ലാം പാർട്ട് ഓഫ് എ ഗെയിം. നമ്മൾ അങ്ങനെ എടുത്താൽ മതിയല്ലോ.
ഇത്രയും പേരൊന്നും അല്ല കേട്ടോ, ഇനിയുണ്ട് ആൾക്കാർ. കുറച്ച് പേരൊക്കെ ഇവിടെ ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുക. നാട്ടിൽ എനിക്കറിയില്ല കേട്ടോ ഇതുപോലെ പള്ളിയിൽ നിന്ന് പിക്നിക് ഒക്കെ ഉണ്ടോയെന്ന്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാറില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്ന് വേണേൽ പറയാം. ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിട്ടാണ് നിന്നത്. അപ്പം അവിടെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ വീട്ടിൽ വല്ലപ്പോഴും വരുന്ന ദിവസം സൺഡേ എന്ന് പറയുന്ന ദിവസം നമുക്ക് ചില്ലിങ് ആണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ചാൻസസ് കിട്ടുവാണല്ലോ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ആഴ്ചയിലും അല്ല, ഒരു മാസത്തിൽ 2 പ്രാവശ്യമാണ് സർവീസ്. പണ്ടൊരു പ്രാവശ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അച്ഛൻ 2 പ്രാവശ്യമായിട്ട് ആക്കിയിട്ടുണ്ട്. അതും സാറ്റർഡേയ്സ് ആണ് നമുക്ക് കൂടുതലും പറ്റുന്നത്. ബിക്കോസ് നമ്മൾ ആ പള്ളി കനേഡിയൻസിൻ്റെ ആണ്. അപ്പോൾ അവർക്കത് സൺഡേ അവരുടെ സർവീസും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് സാറ്റർഡേ അവിടെ തന്നേക്കുവാണ് ടൈമൊക്കെ അലൗട്ട് ചെയ്ത്. നമുക്ക് മാത്രമല്ല കേട്ടോ, പിള്ളേർക്കും ഉണ്ട് ഇതുപോലത്തെ കുട്ടി കുട്ടി ഗെയിംസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് VBS പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. പണ്ടൊക്കെ ഞാൻ അധികമൊന്നും VBSന് പോയിട്ടില്ല, ഏതായാലും പോയ സമയത്തൊക്കെ ഇതുപോലെ മിഠായി വർക്കും പാട്ടും അതൊരു ബഹളം തന്നെയാണല്ലോ, ചെറിയ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതാ ഓരോ ഗെയിംസും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് പതുക്കെ വീട്ടിലോട്ട് പോവാം. ഞങ്ങളുടെ പിക്നിക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി തിരിച്ചു പോവാണ്. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.